ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന തിരുവചന ഭാഗം പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. അത്ഭുതപ്പെടേണ്ട, പിശാചു പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരുമായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്തത്ഭുതം. സ്നേഹമുള്ളവരെ, പൗലോസ് ലീഹയിലൂടെ ദൈവം വലിയൊരു സത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പിശാച് ദൈവദൂതനായി വേഷം കെട്ടി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാം. അതിനുശേഷം കർത്താവിൻ്റെ വചനത്തിലൂടെ പറയുകയാണ്, പിശാചിൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായിട്ട് വേഷം കെട്ടി ഇതുപോലെയൊക്കെ തന്നെ ഈ ലോകത്തിൽ പ്രവർത്തിക്കാം. പിശാചിൻ്റെ ഓരോ വേഷം കെട്ടലിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക, ദൈവത്തെ മറക്കുവാൻ മനുഷ്യർക്ക് പ്രേരണ കൊടുക്കുക, ദൈവത്തെ മറന്ന് ലോകത്തിൻ്റെ സുഖങ്ങളിലും പാപസുഖങ്ങളിലും ജീവിച്ച് ദൈവത്തെ വേദനിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യ മക്കളിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് പിശാച് വേഷം കെട്ടുന്നത്. ഈ ദിവസങ്ങളിൽ പലരും ഒത്തിരിയേറെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണുവാനിട വന്നു. അപ്പോൾ അത് എനിക്ക് പലരും ഷെയർ ചെയ്തു. 1-2 പേരൊന്നുമില്ല, കുറച്ച് പേര് ഈ വീഡിയോ ക്ലിപ്പ് ഷെയർ ചെയ്തു. ഈ അടുത്ത ദിവസങ്ങളിലാണ് അത് സംഭവിക്കുന്നത്. അത് അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട വലിയ പട്ടണമായ ലോസ് ഏഞ്ചൽസിൽ നടന്ന ഒരു സംഭവമായിരുന്നു. നമുക്കറിയാം, അവിടെ ജനുവരി 6-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് അവിടെ ഹോളിവുഡ് 2025 ജനുവരി 6 ഹോളിവുഡ് ഗോൾഡൻ ഗ്ലോബ്സ് എന്ന് പറഞ്ഞ ഒരു അവാർഡ് ദാന മീറ്റിംഗ് അവിടെ നടന്നിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ സിനിമാ നടന്മാരും നടികളും ഹോളിവുഡിലെ അവരൊക്കെ പങ്കെടുത്തിരുന്ന വലിയ ഒരു മീറ്റിംഗാണ്. അതിൽ വെച്ച് അതിൻ്റെ അവതാരികയായിരുന്ന നിക്കി ഗ്ലേസർ അവർ പറഞ്ഞ ഏതാനും വാചകങ്ങൾ, അതാണ് ആ വീഡിയോ ക്ലിപ്പിലുള്ളത്. അവരിങ്ങനെ ഈ അവാർഡ് ദാന ചടങ്ങിന് അതിൻ്റെ അവതാരികയായിട്ട് നിൽക്കുമ്പോൾ ഈ സഹോദരി ഇങ്ങനെ അതിന് ചുറ്റുമിരിക്കുന്ന സിനിമ നടന്മാരോടും നടിമാരോടും ആസ്വാദകരോടും അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ പട്ടണത്തിൽ ദൈവത്തിന്, ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തിന് 0 സ്ഥാനമാണുള്ളത്, 0 സ്ഥാനമാണുള്ളത്. ഇത് ഗോഡ്ലെസ് ടൗൺ ആണ്, അതായത് ദൈവമില്ലാത്ത ഒരു പട്ടണമാണ്. അപ്പോൾ ഈ പെൺകുട്ടി, ഈ സഹോദരി അവിടെ നിന്ന് ഇത് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും ആ ഒരു പരിഹാസത്തോടു കൂടിയുള്ള ചിരി, എല്ലാവരും അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം? ജനുവരി 6-ാം തീയതി വൈകുന്നേരമാണ് ലോസ് ആഞ്ചലസിൽ ഈ അവാർഡ് ദാന ചടങ്ങ് നടന്നത്. ഗോൾഡൻ ഗ്ലോബ്സ് എന്ന് വിളിക്കുന്ന ഈ അവാർഡ് ദാന ചടങ്ങ് തുടങ്ങിയത്. പിറ്റേ ദിവസം ജനുവരി 7-ാം തീയതിയാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടർന്നു പിടിച്ചത്. പിന്നീട് നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ അമേരിക്കയിലെ വാർത്തകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ പട്ടണത്തിലെ ഒത്തിരിയേറെ സ്ഥലങ്ങൾ, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ, എത്രയോ ഭവനങ്ങൾ, എത്രയോ വലിയ കെട്ടിടങ്ങൾ, എത്രയോ വലിയ ഹോട്ടലുകൾ, അതെല്ലാം കത്തിച്ചാമ്പലായി അഗ്നി വിഴുങ്ങിക്കൊണ്ടു പോകുമ്പോൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്ന അമേരിക്കൻ ജനതയെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. അതെ, ലോകത്തിൽ എന്തും സാധ്യമാണ് എന്ന് കരുതുന്ന ഒരു ജനതയാണ് അമേരിക്കൻ ജനത. സാങ്കേതിക വിദ്യയിലും സമ്പത്തിലും മറ്റ് നേട്ടങ്ങളിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന് പോലും പെട്ടെന്ന് ഒരു പ്രതിവിധി കാണാനാകാതെ പകച്ചു നിൽക്കേണ്ടി വന്ന ഒരവസ്ഥയാണ് ലോസ് ഏഞ്ചൽസിലെ തീപിടുത്തത്തിലൂടെ നമ്മൾ കണ്ടത്. എത്രയോ ലക്ഷങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങളാണ് അവിടെ വന്നത്. അങ്ങനെ വിദേശ പല രാജ്യങ്ങളിൽ നിന്നും ഒത്തിരിയേറെ സഹായങ്ങൾ വന്നു. അങ്ങനെ കാനഡയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന പല ഉപകരണങ്ങളും ഡ്രോണുകളും ഒക്കെ വെച്ച് ആ തീ കെടുത്താൻ പരിശ്രമിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുകയുണ്ടായി. അപ്പോൾ സ്നേഹമുള്ളവരെ, അവിടെ തിന്മയുടെ ശക്തികളാണ് മനുഷ്യരുടെ ഉള്ളിൽ അഹങ്കാരം കുത്തി നിറയ്ക്കുന്നത്. ജീവിതത്തിൽ നേട്ടങ്ങളും സൗന്ദര്യവും കഴിവുകളും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കുമ്പോൾ
അവർ ദൈവത്തെ മറക്കുന്നു, ദാതാവിനെ മറക്കുന്നു, ദൈവത്തെ മറക്കുന്നു, ദൈവത്തെ തള്ളിപ്പറയുന്നു. അതുകൊണ്ടായിരിക്കാം ആ പെൺകുട്ടി ഇപ്രകാരം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത്, ഇത് ഗോഡ്ലെസ് ടൗൺ ആണ്, ദൈവത്തിന് ഇവിടെ പൂജ്യം സ്ഥാനമാണുള്ളത്. സ്നേഹമുള്ളവരെ, ദൈവത്തെ മറന്നുള്ള ഒരു പ്രവൃത്തിയും നമ്മളെ വിജയത്തിലെത്തിക്കുകയില്ല എന്ന് മാത്രമല്ല, അത് തകർച്ചയിലേക്ക് കൊണ്ടുപോകുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവർ, ഇവിടെ കർത്താവ് തിരുവചനത്തിലൂടെ നമുക്കെല്ലാവർക്കും തരുന്നൊരു മുന്നറിയിപ്പ് ഇതാണ്: പിശാച് ദൈവദൂതനെ പോലെ പ്രഭാപൂർണനായിട്ടും വേഷം കെട്ടും. അത് കഴിഞ്ഞ് പലതും നമുക്ക് പറഞ്ഞു തരും, തെറ്റായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ നന്മയിൽ നിന്ന് അകന്നു പോകാനും ദൈവത്തെ മറന്ന് ജീവിക്കാനും പാപത്തിൽ യാതൊരു ആശങ്കയും കൂടാതെ മുഴുകാനും പിശാച് നമുക്ക് പ്രേരണ തരും. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആദിമാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവ്വയുടെയും കാര്യമെടുക്കുക. പിശാച് അവരുടെ മുമ്പിൽ വേഷം കെട്ടുകയാണ്. വേഷം കെട്ടി ആദത്തിനോടും ഹവ്വയോടും പറഞ്ഞെന്താണ്? നിങ്ങൾക്ക് ദൈവത്തെ പോലെയാകാൻ സാധിക്കും. ദൈവം നിങ്ങളോട് കഴിക്കരുതെന്ന് പറഞ്ഞ ഈ പഴം നിങ്ങൾ കഴിച്ചാൽ, അനുസരണക്കേടിലൂടെ നിങ്ങളത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ദൈവത്തെ പോലെ ചെയ്യാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, പിശാച് ഒരു വേഷം കെട്ടലാണ് നടത്തിയത്. അത് ഹവ്വ വിശ്വസിച്ചു. സ്നേഹമുള്ളവരെ, തുടർന്ന് ഈ പിശാച് പറഞ്ഞത് നുണയായിരുന്നുവെന്നും പിശാച് ദൈവദൂതനായി വേഷം കെട്ടിയതാണെന്നും നമുക്ക് അവർക്ക് പറുദീസ നഷ്ടമായതിലൂടെയും അവരുടെ ജീവിതത്തിൽ പിന്നീട് കടന്നു വന്ന ദുരിതങ്ങളിലൂടെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ലോക ചരിത്രത്തിൽ എന്നും മനുഷ്യരുടെ ഇടയിൽ പിശാച് നല്ലവനായിട്ട് വേഷം കെട്ടുന്നുണ്ട്. പിശാച് ദൈവദൂതനെ പോലെ വേഷം കെട്ടുന്നുണ്ട്. അങ്ങനെ ദൈവത്തെ തള്ളിപ്പറയുവാനുള്ള പ്രലോഭനം എപ്പോഴും തരുന്നു. അപ്പോൾ ഈ പിശാച് പലപ്പോഴും സത്യങ്ങൾ വളച്ചൊടിച്ച് നമ്മളോട് പറയും, നീ ഇപ്പോൾ പോകുന്ന വഴി ശരിയാണ്, നീ ചെയ്യുന്ന പാപം അത്ര വലുതൊന്നുമല്ല, ലോകത്തിൽ എല്ലാവരും ചെയ്യുന്ന പാപമാണത്. അതുപോലെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ സങ്കടങ്ങളിലൂടെ, ദുഃഖങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ, രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പിശാച് നല്ലൊരു ദൈവദൂതനായിട്ട് കടന്നു വന്നിട്ട് പറയും, നിന്നെ ദൈവം ഉപേക്ഷിച്ചു, നിന്നെ ദൈവം സഹായിക്കുന്നില്ല, നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നില്ല, നീ എന്തുമാത്രം പ്രാർത്ഥിച്ചു, നിന്നെ സ്നേഹിക്കാത്ത ദൈവത്തെ നീ എന്തിനാണ് സ്നേഹിക്കുന്നത്? അങ്ങനെ പിശാച് ദൈവദൂതനായിട്ട് കടന്നു വരും. അങ്ങനെ എത്രയോ മനുഷ്യരാണ് അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. എൻ്റെ അടുത്ത് തന്നെ എത്രയോ പേരാണ് വന്ന് പറഞ്ഞിട്ടുള്ളത്, അവരുടെ തകർച്ചയിൽ, അവരുടെ ഈ പ്രതിസന്ധിയിൽ, അവരുടെ രോഗത്തിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ലല്ലോ, പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്, ഞങ്ങൾ ഉപേക്ഷിച്ചു. അപ്പോൾ അങ്ങനെ ദൈവത്തെ ഉപേക്ഷിക്കുവാൻ ദൈവദൂതനായിട്ട് വേഷം കെട്ടി വന്ന് പിശാച് ഉപദേശിക്കും. സ്നേഹമുള്ളവർ, ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ അഹങ്കാരം നാശത്തിലേക്ക് നയിക്കുന്നത്. നിനക്ക് സ്വയമായിട്ട് വിജയിക്കാനാകും, നിനക്ക് സ്വയമായിട്ടെല്ലാം ചെയ്യാൻ സാധിക്കും, അത് പിശാച് പറഞ്ഞു കൊടുക്കും. നല്ല ദൈവദൂതനായിട്ട് വേഷം കെട്ടി വന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് ഈ അമേരിക്കയിലെ ആ സഹോദരങ്ങളും വിളിച്ചു പറഞ്ഞത്, ഇത് ഗോഡ്ലെസ് ടൗൺ ആണ്, ഇവിടെ ദൈവത്തിനുള്ള സ്ഥാനം പൂജ്യമാണ്, സീറോയാണ്. അപ്പോൾ പിശാച് അവർക്ക് പറഞ്ഞു കൊടുത്ത എന്താണ്? നിങ്ങൾക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും, ദൈവത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല, ദൈവമില്ലാതെ തന്നെ നിങ്ങൾക്ക് സന്തോഷത്തിലും സമാധാനത്തിലും അതോടൊപ്പം വളരെ ആകർഷകമായിട്ടും ജീവിക്കാനും നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധിച്ചു. പിശാച് ഇങ്ങനെ നുണകൾ പറഞ്ഞു കൊടുക്കും. പിശാച് ഇങ്ങനെ മനുഷ്യ അഹങ്കാരികളാക്കി മാറ്റും. അതൊക്കെ പിശാച് വേഷം കെട്ടുന്നത് മനുഷ്യൻ്റെ ജീവിതങ്ങളെ തകർക്കാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. യേശുവിൻ്റെ അരികിൽ പോലും പിശാച് ചെല്ലുന്നുണ്ട് നുണ പറഞ്ഞ്, വചനം ഉപയോഗിച്ച്, വചനം തന്നെ വളച്ചൊടിച്ച് യേശുവോട് പറഞ്ഞിട്ടാണ് ഈശോയുടെ മുകളിൽ നിന്ന് ചാടാനൊക്കെ പറയുന്നത്. നിങ്ങളുള്ളവരെ, പിശാച് ഈശോയെ പോലും നല്ലൊരു ദൂതനായിട്ട് വേഷം കെട്ടി പ്രലോഭിപ്പിച്ചെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പിശാച് എന്തുമാത്രം ഇടപെടുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പിശാച് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തെ ആക്രമിക്കാം, വേഷം കെട്ടി വരാമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ ജനങ്ങൾ അറിവില്ലായ്മയിൽ നശിക്കുന്നു, എൻ്റെ ജനങ്ങൾ അജ്ഞതയിൽ നശിക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലോകത്തിൽ എത്രയോ മക്കളാണ് അജ്ഞതയിൽ കഴിയുന്നത്. ദൈവമില്ല എന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയില്ല എന്നും ദൈവത്തിൻ്റെ അസ്തിത്വമില്ല എന്നൊക്കെ നിഷേധിച്ച് ജീവിക്കുന്ന അജ്ഞതയിൽ കഴിയുന്ന എത്രയോ പേരാണുള്ളത്. അതോടൊപ്പം എത്രയോ പേരാണ് അജ്ഞത മൂലം മാരകമായ പാപങ്ങളിൽ ഒക്കെ ജീവിക്കുന്നത്.
എത്രയോ മനുഷ്യരാണ് അജ്ഞത മൂലം സമ്പത്തിനും ജഡികമായ സന്തോഷങ്ങൾക്കും വേണ്ടി മാത്രം ജീവിക്കുന്നത്. എത്രയോ പേരാണ് അജ്ഞത മൂലം ക്രൂരപ്രവൃത്തികൾ മുഴുകുന്നത്. അറിവില്ലായ്മ, ജ്ഞാനമില്ലായ്മ. പിശാച് അവരുടെ മുമ്പിൽ ദൈവദൂതനെ പോലെ വേഷം കെട്ടി സത്യം വളച്ചൊടിച്ച് ഒരു തിന്മയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ലോകത്തിൽ എന്തുമാത്രം കുഞ്ഞുമക്കളും മുതിർന്നവരുമാണ് മയക്കുമരുന്നിന് അടിമയാകുന്നത്. പിശാച് ദൂതനെ പോലെ വേഷം കെട്ടി അവർക്ക് ആ ലഹരി മരുന്നിൻ്റെ ലഹരിയെക്കുറിച്ചും കുറച്ച് സന്തോഷത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ ജീവിതം തകർന്നു പോകുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഇത് ഒക്കെ പിശാച് വേഷം കെട്ടി പല വിധത്തിൽ മനുഷ്യരെ തകർക്കുവാൻ പരിശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുകയും ചെയ്താണ് നമുക്ക് ഈ പിശാചിൻ്റെ വേഷം കെട്ടലുകളെ അതിജീവിക്കുവാൻ സാധിക്കുക. സങ്കീർത്തനം 119 105 വചനത്തിൽ പറയുകയാണ്, എൻ്റെ വചനം പാദങ്ങൾക്ക് വിളക്കാണ്, പാതിൽ പ്രകാശമാണ്, അത് എളിയവർക്ക് അത് അറിവ് പകർന്നു തരും. ദൈവത്തിൻ്റെ വചനം നമ്മൾ നിരന്തരം വായിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ ജ്ഞാനികളായി മാറാം. പിശാചിൻ്റെ വേഷം കെട്ടലുകൾ അതിജീവിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. യോഹന്നാൻ്റെ സുവിശേഷം 16:13 വചനം പറയുന്നു, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ കടന്നു വരും. സത്യാത്മാവ് സത്യം നമുക്ക് പറഞ്ഞു തരും. പ്രാർത്ഥനയിലൂടെ നമ്മൾ കരുത്ത് നേടണം. അതായത് സുവിശേഷം 26:41 അവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ സ്നേഹമുള്ളവരെ, കർത്താവ് പൗലോസ്ലീഹായിലൂടെ പറഞ്ഞു തരുന്ന ഈ സന്ദേശം നമുക്ക് ഗൗരവത്തിലെടുക്കാം. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം. അതേ സ്നേഹമുള്ളവർ, നമ്മൾ കരുതലുള്ളവരാകണം, നമ്മൾ ശ്രദ്ധിക്കണം. അതിലുള്ള അഭിഷേകം തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും ആരാധനയിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. സ്നേഹമേ സ്വന്തമേ, സ്നേഹമേ സ്വന്തമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഈശോ സ്വന്തം രക്തം വിലയായി നൽകി പിശാചിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന, പാപത്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന എല്ലാ മക്കളെയും സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ആ തിന്മയുടെ ശക്തി, യേശു കീഴ്പ്പെടുത്തിയ തിന്മയുടെ ശക്തി
ഇന്നും ഈ ലോകത്തിൽ അവനെ സ്നേഹിക്കുന്നവരിലേക്ക് കടന്നു വരുന്നു. അല്ലെങ്കിൽ അവൻ പലരെയും തെറ്റിദ്ധരിപ്പിക്കുന്നു. പലരുടെയും ജീവിതങ്ങളിലേക്ക് അവൻ വലിയ പ്രതിസന്ധികൾ കൊണ്ടുവരുന്നു. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം! അതെ, പിശാച് ദൈവദൂതനെ പോലെ വേഷം കെട്ടാം. അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടാം എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക. സ്നേഹമുള്ളവർ, ഇന്നത്തെ ലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തെ മറന്ന് ജീവിക്കാനും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ഉപേക്ഷിക്കുവാനും പിശാച് ഓരോ മനുഷ്യനെയും നിരന്തരം പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദൂതനെ പോലെ പ്രഭാപൂർണനായിട്ട് വേഷം കെട്ടി നന്മയെന്ന രീതിയിൽ തിന്മകളെ കൊണ്ടുവരുന്നു. ഇവിടെ നമുക്ക് കർത്താവിൽ നിന്ന് സൗഖ്യവും വിടുതലും ജ്ഞാനവും നമുക്ക് ആവശ്യമാണ്. സ്നേഹമുള്ളവർ, ഈ ദിവസങ്ങളിൽ നമ്മുടെ വാട്സാപ്പുകളിലൊക്കെ ഒത്തിരിയേറെ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പാണ് ലോസ് ഏഞ്ചൽസിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ, അവിടെ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൻ്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ്. 2025 ഹോളിവുഡ് ഗോൾഡൻ ഗ്ലോബ്സ് എന്ന അവാർഡ് ദാന ചടങ്ങിൽ അതിൻ്റെ അവതാരികയായിരുന്ന പെൺകുട്ടി അവതരിപ്പിച്ച ഒരാശയം, നിക്കി ഗ്ലേസർ. അതെ, ഈ ടൗൺ, ദിസ് ടൗൺ, ഗോഡ്ലെസ് ടൗൺ, ഇവിടെ ദൈവത്തിനുള്ള സ്ഥാനം പൂജ്യമാണ്. അതെ സ്നേഹമുള്ളവരെ, ഈ നഗരം ദൈവമില്ലാത്ത നഗരമാണെന്നും ഇവിടെ ദൈവത്തിനുള്ള സ്ഥാനം പൂജ്യമാണെന്നും പ്രഖ്യാപിച്ച് അവാർഡ് ദാന ചടങ്ങ് നടത്തിയത് ജനുവരി 6-ാം തീയതി വൈകിട്ട്. ജനുവരി 7-ാം തീയതി മുതൽ ലോസ് ആഞ്ചൽസിൽ പടർന്ന് വ്യാപിച്ച കാട്ടുതീ ഇതുവരെയും കെടുത്തുവാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. കെട്ടിടങ്ങളും വലിയ വലിയ ഹോട്ടലുകളും അനേകം സിനിമാ നടന്മാരുടെയും നടിമാരുടെയും അനേകം വലിയ ആഡംബര ഭവനങ്ങളും എല്ലാം തീ വിഴുങ്ങിയപ്പോൾ നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ അവർക്ക് സാധിച്ചു. സ്നേഹമുള്ളവരെ, അമേരിക്ക എല്ലാ കാര്യങ്ങളിലും ശക്തിയുള്ള രാജ്യത്തിന് അവർക്കൊറ്റയ്ക്ക് ആ തീ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. മറ്റു പല രാജ്യങ്ങളും അവർ സഹായിക്കുന്നു. സ്നേഹമുള്ളവരെ, പിശാച് എപ്പോഴും ഇങ്ങനെയുള്ളൊരു അഹങ്കാര ചിന്ത നമുക്ക് തരും. ദൈവം ഇല്ല, അല്ലെങ്കിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇല്ല, ദൈവത്തിനൊരു സ്ഥാനവുമില്ല, എനിക്കൊറ്റയ്ക്കെല്ലാം ചെയ്യാൻ സാധിക്കും, എൻ്റെ നേട്ടങ്ങളെല്ലാം എൻ്റേതാണ്. അങ്ങനെ വളച്ചൊടിച്ച സത്യങ്ങളും അസത്യങ്ങളുമായിട്ട് പിശാച് നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ കരുതലുള്ളവരാകേണ്ടതുണ്ട്. എത്രയോ മക്കളാണ് മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെടുന്നത്. അതിൻ്റെ താൽക്കാലിക സന്തോഷങ്ങൾ പിശാച് വലിയ സന്തോഷങ്ങളായിട്ട് അവതരിപ്പിച്ച് നല്ല ഒരു കാര്യം പോലെ വേഷം കെട്ടി പിശാച് ദൈവദൂതനായി കടന്നു വന്ന് എത്രയോ പേര് ചതിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ നമുക്ക് ഒരു വിടുതലാണ് ആവശ്യം, നമുക്കിവിടെ ഒരു സൗഖ്യമാണ് ആവശ്യം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പിശാചിനെ, ആദ്യ മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചു, നിങ്ങൾ ഇത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെയാകും. അവർ അപകടത്തിൽപ്പെട്ടു, അവർ പറുദീസയിൽ നിന്ന് പുറത്താക്കി. ആ പിശാച് ഇന്നും ദൈവദൂതനെ പോലെ വേഷം കെട്ടി നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ആക്രമിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് യേശുവിൻ്റെ രക്തത്താൽ ശക്തമായൊരു വിടുതലും സൗഖ്യവും ആവശ്യമാണ്. വലിയൊരു അഭിഷേകത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബത്തെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം, നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവർ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ പിശാച് നല്ലവനായി ദൈവദൂതനെ പോലെ കടന്നു വരുമ്പോൾ, വേഷം കെട്ടി കടന്നു വരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെയുള്ള ബന്ധനങ്ങളിൽ പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൽ നിന്ന് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കോട്ട കെട്ടി കാക്കണേ നിൻ മക്കളെ, തിരുനാമശക്തിയേകി നയിക്കണേ നിൻ മക്കളെ. തിരുരക്തക്കോട്ട കെട്ടി കാക്കണേ നിൻ മക്കളെ, തിരുനാമശക്തിയേകി നയിക്കണേ നിൻ മക്കളെ. രക്തം രക്തം തിരുരക്തം എന്നിൽ നിറയട്ടെ,
തിരുമുറിവിൻ യോഗ്യതകൾ എന്നിൽ നിറയട്ടെ. എല്ലാവരും രക്തം രക്തം തിരുരക്തം എന്നിൽ നിറയട്ടെ. തിരുമുറിവിൻ യോഗ്യതകൾ എന്നിൽ നിറയട്ടെ. തിരുരക്തക്കോട്ട കെട്ടി കാക്കണേ നിൻ മക്കളെ. തിരുനാമശക്തിയേകി നയിക്കണേ നിൻ മക്കളെ. തിരുരക്തക്കോട്ട കെട്ടി കാക്കണേ നിൻ മക്കളെ. തിരുനാമശക്തിയേകി നയിക്കണേ നിൻ മക്കളെ. രക്തം രക്തം തിരുരക്തം എന്നിൽ നിറയട്ടെ. തിരുമുറിവിൻ യോഗ്യതകൾ എന്നിൽ നിറയട്ടെ. രക്തം രക്തം തിരുരക്തം എന്നിൽ നിറയട്ടെ. തിരുമുറിവിൻ യോഗ്യതകൾ എന്നിൽ നിറയട്ടെ. രക്തം രക്തം തിരുരക്തം എന്നിൽ നിറയട്ടെ. തിരുമുറിവിൻ യോഗ്യതകൾ എന്നിൽ നിറയട്ടെ. രക്തം രക്തം തിരുരക്തം എന്നിൽ നിറയട്ടെ. തിരുമുറിവിൻ യോഗ്യതകൾ എന്നിൽ നിറയട്ടെ. രക്തം രക്തം തിരുരക്തം എന്നിൽ നിറയട്ടെ. തിരുമുറിവിൻ അന്ധവിശ്വാസങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ ശക്തി നിറയട്ടെ. ശക്തമായ വിടുതൽ, അഭിഷേകം, കൃപ നിറയട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി എല്ലാവരിലും വ്യാപരിക്കട്ടെ. വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. ശക്തി വ്യാപരിക്കട്ടെ. അഹങ്കാരം വിട്ടുപോകട്ടെ. അഹങ്കാരത്തിന്റെ ആത്മാവ് വിട്ടുപോകട്ടെ. തെറ്റിദ്ധാരന്റെ ആത്മാവ് യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവേ, ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവിന്റെ നാമത്തിൽ പ്രകാശം പരക്കട്ടെ. ഇരുട്ട് മാറട്ടെ. അന്ധകാരം നീങ്ങട്ടെ. അന്ധകാരം നീങ്ങട്ടെ. ഇരുട്ട് മാറട്ടെ. രോഗങ്ങൾ സുഖപ്പെടട്ടെ. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. രക്തം, യേശുവിന്റെ രക്തം വ്യാപരിക്കട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അത്ഭുതകമായ സൗഖ്യമുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. തിരുമുറിവിൻ യോഗ്യതകൾ എന്നിൽ നിറയട്ടെ. സ്നേഹമുള്ളവരെ, പ്രഭാപൂർണനായി നല്ലവനെ പോലെ, ദൈവദൂതനെ പോലെ വേഷം കെട്ടി നമ്മളെ ചതിക്കുഴികളിൽ വീഴിക്കാൻ കടന്നു വരുന്ന പിശാചിനെയും അവൻ്റെ ദൂതന്മാരെയും തിരിച്ചറിഞ്ഞ് യേശുവിനോടൊപ്പം നിൽക്കുവാൻ, സത്യത്തോടൊപ്പം നിൽക്കുവാൻ, നന്മയോടൊപ്പം നിൽക്കുവാൻ, നീതിയോടൊപ്പം നിൽക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ. നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.